ADGP അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും വീഴ്ത്താൻ വേണ്ടി അൻവർ പഠിച്ച പണി 18 നോക്കി. തൊടില്ല എന്ന് പിണറായി പറഞ്ഞിരിക്കുക. ഇപ്പോൾ പിണറായിയെ നേരിട്ട് കണ്ട് തെളിവുകൾ കൈമാറാൻ വേണ്ടി അൻവർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി കാണാൻ പോയിരിക്കുക. വല്ലതും നടക്കുമോ? ഒന്നും നടക്കില്ല. അതെന്ത്? ഇതൊക്കെ വെറുതെ ബഹളമാണ്. തെളിവുകൾ കൈമാറാൻ എന്ത് കൈമാറാൻ? ഇതൊന്നും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് കാര്യം നിസ്സാരമൊന്നുമില്ല. ഇതൊക്കെ ആർക്കാ പറയാൻ പറ്റാത്തത്? ഫോൺ ചോർത്തലുണ്ട്, സ്വർണം പൊട്ടിക്കലുണ്ട്, കൊലപാതകമുണ്ട്, സോളാർ അട്ടിമറിയുണ്ട്. എന്തിനിപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയത് വരെ അജിത് കുമാറാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഈ തൃശ്ശൂർ പൂരം കലക്കിയത് അവസാനം പറഞ്ഞ് ആദ്യം എടുക്കാമെന്ന്. തൃശ്ശൂർ പൂരം കലക്കിയത് അന്വേഷിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് തരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കിട്ടിയോ ആ റിപ്പോർട്ട്? കിട്ടിയില്ല. ആരാ അത് അന്വേഷിച്ചത്? അതങ്ങ് പോയി. സുനിൽകുമാർ കരയുന്നുണ്ട്, ഈ പൂരം കലക്കിയില്ലെങ്കിൽ ഞാൻ ജയിച്ചേനെ. അതിൻ്റെ പൊളിറ്റിക്കൽ വശം. ക്രിമിനൽ വശം നോക്കുക. നിങ്ങൾ ഒരു ദുഷ്കൃത്യം ചെയ്യാനായിട്ട് ഗൂഢാലോചന നടത്തി അവിടെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ആകെ കൂടെ അലമ്പായി പ്രശ്നമായി. ഇത് ചെയ്തത് ആര്? ഇത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിടുന്നു. 1 മാസത്തിനകം റിപ്പോർട്ട് തരണമെന്ന് പറയുന്നു. മാസം 5 കഴിഞ്ഞു, റിപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. ആരന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലല്ലേ? സോളാർ മുഖ്യമന്ത്രി തന്നെയാണ് പ്രത്യേക പത്രസമ്മേളനം എടുത്തിട്ട് സകല കേസും കൂടെ CBIക്ക് വിട്ടു. CBI സകല കേസും അങ്ങ് ക്ലോസ് ചെയ്ത് കയ്യിൽ കൊടുത്തു. ഇപ്പോൾ ആ പരാതിക്കാർ പറയുന്നത് ഈ CBI ഉദ്യോഗസ്ഥന്മാരെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ സ്വാധീനിച്ചു, ഭീഷണിപ്പെടുത്തി. അവരുടെ അടുത്തും വന്നു, നിങ്ങൾ ഈ പരാതി പിൻവലിക്കാമെങ്കിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. അതിൽ ഒരു ഓഫീസർ ഇദ്ദേഹമാണ്, MR അജിത് കുമാറാണ് എന്ന് ആ സ്ത്രീ പറയുന്നു. അവരിതെല്ലാം കൂടെ വെച്ചിട്ട് ഇതിൽ അഴിമതി നടന്നു, എൻ്റെ കേസുകൾ ക്ലോസ് ചെയ്തത് പ്രോപ്പറായിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് അവർ പരാതി കൊടുത്തിരിക്കുന്നു. CBC. ഇനി അതൊക്കെ ഇനി എന്ന് അന്വേഷിച്ച് എപ്പോൾ തീർന്ന് എപ്പോൾ വരാനാണ്? ഞാൻ ഇതിൻ്റെ ഒരു ക്ലോഷർ റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചിരുന്നു. ഇപ്പം ഇവരുടെ പരാതി കൂടുതലും ഒരു പെൻ ഡ്രൈവിലാണ്, വീഡിയോസാണ് ബാക്കി എഴുതി കൊടുത്തത്. ഈ വീഡിയോ ക്ലോഷർ റിപ്പോർട്ടിൽ CBI എഴുതിയിരിക്കുകയാണ്, ഈ പെൻ ഡ്രൈവ് അതിനകത്ത് വാട്ട് എവർ ബി ദ കണ്ടൻറ്റ് ഇറ്റ് കനോട്ട് ബി അക്സെപ്റ്റഡ് ആസ് ആൻ എവിഡൻസ്. കാരണം അതിൻ്റെ കൂടെ ഒരു സെക്ഷൻ E35 വെച്ചുള്ളൊരു സത്യവാങ്മൂലം പറഞ്ഞത്. അതിൻ്റെ പേരിൽ ആ പെൻ ഡ്രൈവ് അവർ തെളിവായിട്ട് എടുക്കില്ല. പെൻ ഡ്രൈവ് അല്ലാതെ ഈ സ്ത്രീയുടെ കയ്യിൽ വേറെ തെളിവുമില്ല. വളരെ സിമ്പിളായിട്ട് ആ ഫോം കൂടെ എഴുതി തരൂ, എന്നാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അത് പറയൂല. അങ്ങനെ ക്ലോസ് ചെയ്ത് അത് പ്രഥമ ദൃഷ്ട്യാ അന്യായമാണെന്ന് എനിക്കും തോന്നി. ഇനി അതിൻ്റെ കൂടുതൽ ലീഗാലിറ്റി അറിയാവുന്നവർക്ക് ഒരു പക്ഷേ തിരിച്ചൊരു അഭിപ്രായം ഉണ്ടായെന്ന് വരാം. ബട്ട് പ്രഥമ ദൃഷ്ട്യാ അതൊരു അന്യായമാണ്. ഒരു തെളിവ് ഒരാൾ ഹാജരാക്കുമ്പോൾ സാങ്കേതിക കാര്യം പറഞ്ഞിട്ട് ആ തെളിവ് അംഗീകരിക്കാതിരിക്കുന്നത് ശരിയല്ല. വിചാരണയുടെ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. വിചാരണ സമയത്ത് എതിർകക്ഷിക്ക് ഇത് പറയാം, ഇങ്ങനെ ഈ സത്യവാങ്മൂലമില്ലാത്ത തെളിവല്ല, അതെടുക്കാനേ പാടില്ല, ഇതെന്നൊക്കെ പറഞ്ഞിട്ടാക്കുക. അല്ലാതെ ഒരു പ്രോസിക്യൂഷൻ ഏജൻസി ഈ തെളിവല്ല എന്ന് സ്വയം തീരുമാനിക്കുന്നതൊരു നല്ല കാര്യമല്ല. അത് ചെയ്തു അവർ. അത് ആ ജഡ്ജ്മെൻറ്റിലും ഉണ്ട്, ക്ലോഷർ റിപ്പോർട്ടിലും ഉണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നു, ഈ പറഞ്ഞ MR അജിത് കുമാറടക്കം പലരും അവരെ സമീപിച്ചിരുന്നു ഇത് ഒത്തുതീർക്കാനായിട്ട് എന്നവർ പറയുന്നു. ഇങ്ങനെ അവർ പറഞ്ഞു, അൻവർ പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചിട്ട് MR അജിത് കുമാറിനെ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം പോലീസിൽ വല്ലാത്ത പടലപ്പിണക്കം നടക്കുന്നുണ്ട്. അത് ഈ PV അൻവർ പുറത്തുവിട്ട ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഈ സംസാരിക്കുന്ന SP, അതിന് മുമ്പിരുന്ന SP-യെ പറ്റി, പാലക്കാട് SP-യെ പറ്റി, കോഴിക്കോട് SP-യെ പറ്റി, അയാളെപ്പറ്റി ഇയാളെപ്പറ്റി ഇവൻ മണ്ടനാണ്, അവൻ ഊളനാണ്, മറ്റേ കൊള്ളില്ലാത്തവനാണ്, മണൽപിടുത്തക്കാരനാണ്, ഇങ്ങനെയൊക്കെ പറയുന്നു. അതിനർത്ഥം അതിൽ സത്യമോ നുണയോ എന്നുള്ളതല്ല, ഇവരൊന്നും തമ്മിൽ അത്ര രസത്തിലല്ല.
അങ്ങനെ രസത്തിലല്ലാത്ത ഒരാളിൻ്റെ മൊഴി പ്രഥമ ദൃഷ്ടിയ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? സപ്പോസ് ADGP MR അജിത് കുമാർ, ഞാൻ വാദത്തിന് വേണ്ടി പറയുകയാണ്, MR അജിത് കുമാർ ഒരു സ്റ്റെർലിംഗ് പേഴ്സണാലിറ്റിയാണ്, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആൾ. സാധാരണഗതിയിൽ അങ്ങർക്ക് ശത്രുക്കളുടെ എണ്ണം കൂടും, ഇഷ്ടം പോലെ ഉണ്ടാവും. രാഷ്ട്രീയക്കാരുടെ ഇടയിലും ശത്രുക്കളുടെ എണ്ണം കൂടും. PV അൻവറിനെ പോലെയുള്ള ക്യാരക്ടർ ഉറപ്പായിട്ടും ഇത്തരം ആളിന് എതിരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാളെ ബലി കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ADGP അജിത് കുമാർ പറയുകയാണ് പിണറായിയോട്, സാർ ഞാൻ എന്ത് ചെയ്തു സാർ പറ, എവറിത്തിങ് ഞാൻ ലീഗലി ചെയ്തിട്ടുള്ളൂ. കവടിയാറിൽ 10 സെൻറ്റ് എൻ്റെ പേരിൽ വാങ്ങിച്ചിട്ട് ഞാൻ വീട് വയ്ക്കുന്നു. ഭാര്യയുടെ പേരിൽ അപരാധം എന്താ സാർ? ഭാര്യയുടെ പേരിലല്ല, ഭാര്യ അങ്ങേരുടെ പേരിലാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നു. ബോർഡ് വെച്ചിരിക്കുന്നു, പക്ഷേ പ്രോപ്പർട്ടി ഭാര്യ ഉഷയുടെ പേരിലെന്നാണ്. അല്ല, 12 സെൻറ്റ് ഉഷയുടെ പേരിൽ, 10 സെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ. അതിൽ തെറ്റില്ലല്ലോ. 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച ഒരാൾ വീട് വയ്ക്കുന്നു, ആ വീടിന് 3 നിലയുണ്ട്. അതിൽ ഇല്ലീഗാലിറ്റി എന്താ? ഈ കാശ് എവിടെ നിന്നാണ്? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതിയല്ലോ. ഈ കാശ് എവിടെ നിന്നാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. അവിടെ ബോർഡ് ഇദ്ദേഹം ഇതെന്തെങ്കിലും കള്ളത്തരമാണ് കാണിക്കുന്നതെങ്കിൽ ആ പ്ലോട്ടിൽ ആ ബോർഡ് വയ്ക്കുമോ? ഇത് ഈ ഇന്നാരുടെ പ്ലോട്ട് നമ്പർ, മറ്റേത് ഏരിയ, ഓണർ MR അജിത് കുമാർ, വിളിക്കാനൊന്നുമില്ല. ഇതിങ്ങനെ അൻവർ ഒരു ദിവസം വിളിച്ച് പറയുന്നു അതിന് തടയായിട്ട് ബോർഡ് വയ്ക്കാമെന്ന്, അങ്ങനെ ആരും ആലോചിക്കില്ല. അപ്പോൾ അദ്ദേഹം യാതൊരു കുഴപ്പവും കാണിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിലാണ് ആ ബോർഡ് വയ്ക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ട് MR അജിത് കുമാർ പറയുകയാണ്, ഇയാൾ സുജിത് ദാസ് ഫോണിൽ അൻവറോട് പറഞ്ഞു, അൻവർ ഫോണിൽ അച്ചുക്കുട്ടിയോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നതല്ലാന്ന് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? അല്ല TG, ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ അൻവർ പറഞ്ഞതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അൻവർ പൊതുസമൂഹത്തോടും മാപ്പ് പറഞ്ഞു. എന്തിനാണെന്നറിയോ? ഞാനും ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അജിത് കുമാറിൻ്റെ ഭാര്യയും സഹോദരനും പിന്നെ ഒരു സ്വർണ്ണക്കട പൊട്ടിക്കൽക്കാരനുമായിട്ട് സംസാരിക്കുന്ന 3 പേര് സംസാരിക്കുന്ന കോൺഫറൻസ് കോളാണ്. അത് ഞാൻ ടാപ്പ് ചെയ്തെന്ന് പറയുന്നു. ഒരു സ്വകാര്യ വ്യക്തിക്ക് അങ്ങനെ മറ്റുള്ളവരുടെ ഫോൺ ടാപ്പ് ചെയ്യാൻ പറ്റുമോ? നിയമപരമായി തെറ്റല്ലേ? അപ്പോൾ അൻവറിനെതിരെ കേസെടുക്കണ്ടേ? അല്ല, നിയമപരമായി തെറ്റായിരിക്കാം. ബട്ട് ഈ എല്ലാ ഫോണുകളിലും റെക്കോർഡിംഗ് സൗകര്യമുണ്ട്. ചില ഫോണുകളിലൊക്കെ യുവർ കോൾ ഈസ് ബീങ് റെക്കോർഡഡ് എന്ന് വാണിംഗ് കിട്ടും. ചിലതിൽ വാണിംഗ് പോലുമില്ല. അതുകൊണ്ട് ആർക്കും ആരുടെയും വാക്കുകൾ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ടാപ്പ് ചെയ്തു എന്നാണ് അൻവർ പറയുന്നത്. ടാപ്പ് ചെയ്തെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്നതാണ് അതിനർത്ഥം. അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്തു, അല്ലാതെ ഒരു ടാപ്പിംഗ് യന്ത്രം ഒന്നും ടാപ്പ് ചെയ്യാം. അതായത് വേണ്ടി വന്നാൽ മൊബൈൽ സർവീസ് പ്രൊവൈഡർമാരെ സ്വാധീനിച്ചിട്ട് ഇന്ന ആളുടെ ഫോൺ ടാപ്പ് ചെയ്ത് എനിക്ക് തരണം എന്ന് ബന്ധമുണ്ടെങ്കിൽ പറ്റും. വലിയ പ്രയാസമാണ്. പക്ഷേ അൻവറിനെ പോലുള്ള ഒരാൾ എന്തും ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവർ അതിനുള്ള ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഫെസിലിറ്റി അൻവറിനുണ്ടെങ്കിൽ അൻവർ ആരുടെയൊക്കെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ വീണയുടെയോ ഫോൺ ടാപ്പ് ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് ശരിയാണ്. ആർഗ്യുമെൻറ്റിൽ അത് ശരിയാണ്. ആരുടെ ഫോൺ വേണമെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോർത്തി കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ശരി ചെയ്തു. എന്തുമായിക്കോട്ടെ, പ്രഥമ ദൃഷ്ടിയ ഇതൊന്നും നമുക്ക് വിലക്കെടുക്കാൻ പറ്റില്ല. ഒരാൾ ഫോണിൽ മറ്റൊരാളിനോട് പറഞ്ഞ പരദൂഷണം ഒരു കേസിന് തെളിവായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ സംസാരിച്ച സുജിത് ദാസ് തന്നെ അന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അയാളെ മാത്രമല്ല, മറ്റേ 2 SP-മാരെയും ഞങ്ങൾ തമ്മിലൊന്ന് തെറ്റിയതാണ്, ഞങ്ങളുടെ പോലീസ് അസോസിയേഷൻ കൂടിയപ്പോൾ അതിൻ്റെ ദേഷ്യവും തീർത്തതാണ് എന്ന് പറഞ്ഞാൽ കഴിയും. ഇതൊന്നും വലിയ കാര്യമല്ല. ഇതിപ്പോൾ അൻവറിൻ്റെ കയ്യിൽ ഈ വോയിസ് ക്ലിപ്പുകളല്ലാതെ വേറെ എന്താ ഉള്ളത്? അതിപ്പോൾ മുഖ്യമന്ത്രി കാണാൻ പോയിട്ടുണ്ട്. ഈ കൊടുക്കാൻ പോകുന്നത് മുഴുവൻ വോയിസ് ക്ലിപ്പാണ്. ഇത് മുഴുവൻ പിണറായി ഇരുന്ന് കേൾക്കണം. ഇത് 2-3 മണിക്കൂർ ഇവർ സംസാരിച്ച് പിണറായി ഇരുന്ന് കേട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? പുള്ളി എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും എന്തെന്നാണെന്ന് വെച്ചാൽ ചെയ്യണം. ഇത് പ്രത്യേകിച്ച് എങ്ങും എത്താതെ ഷൂവായിട്ട് പോകുന്നു. ബട്ട് ഒരു കാര്യം അൻവർ ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ടാർഗറ്റ് ചെയ്യുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിനർത്ഥം അൻവർ ഒറ്റയ്ക്കല്ല എന്നാണ്. അതെ, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ശശിയെ വെച്ചത്
പിണറായിയുടെ മാത്രം താല്പര്യാർത്ഥമാണ്. പിണറായിയുടെ ചോയ്സ് അല്ല, പാർട്ടിയുടെ ചോയ്സ് അല്ല, പിണറായിയുടെ ചോയ്സാണ്. അപ്പോൾ ശശിയെ ഉന്നം വെക്കുക എന്ന് പറഞ്ഞാൽ പിണറായി തന്നെയല്ലേ അൻവർ ഉന്നം വയ്ക്കുന്നത്? ആയിരിക്കില്ല. ഇപ്പോൾ ഒരു കോംപ്രമൈസ് നടന്നെങ്കിൽ ശശിയെ മാറ്റിയാൽ മതി. ചേട്ടനോട് തന്നെ ചേട്ടനെ മാറ്റാനൊന്നും നമുക്ക് ഉദ്ദേശിച്ചില്ല. പക്ഷേ ശശിയെ വെച്ച് ശരിയാവില്ല. അങ്ങനെ ഒരു കോംപ്രമൈസ് അങ്ങനെ പിണറായി വഴങ്ങുമോ? പിണറായി എന്ന് വെച്ചാൽ മറ്റ് ഈ അൻവറിൻ്റെ പിന്നിൽ ആരാണെന്ന് പിണറായിക്ക് അറിയാമല്ലോ. പാർട്ടിയിലെ തന്നെ ശക്തന്മാരാണ് അൻവറിൻ്റെ പിന്നിൽ. അതിപ്പോൾ ഏതാണ്ട് ശശിയെ മാറ്റിയില്ലെങ്കിൽ ഇതുപോലത്തെ അടുത്ത ബോംബൊക്കെ ഞങ്ങൾ പൊട്ടിക്കും. ആ കൂടെ ചെളിയാവും. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു. അതിന് തൊട്ട് മുമ്പാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. പാർട്ടി സമ്മേളനങ്ങളിലുടനീളം ഇത് ചർച്ചയായി വരണം. പാർട്ടിയിൽ ഒന്നാമൻ പിണറായി, രണ്ടാമൻ കോടിയേരി, മൂന്നാമൻ EP ജയരാജൻ, നാലാമൻ ഗോവിന്ദനായിരുന്നു. EP ജയരാജൻ എന്നുള്ള മൂന്നാമൻ പദവി കൊണ്ട് തന്നെ മൂന്നാമൻ അല്ലാതായിരുന്നു. കാരണം പോളിറ്റ് ബ്യൂറോയിലേക്ക് ഗോവിന്ദൻ വന്നു. ഇപ്പം ജയരാജനെ കംപ്ലീറ്റ് ഒഴിവാക്കി. രണ്ടാമനില്ല. കോടിയേരി മരിച്ചുപോയി. ഗോവിന്ദൻ രണ്ടാമതായി. രണ്ടാമനാണ്. രണ്ടാമൻ ഒന്നാമനാവാനുള്ള ശ്രമമാണെന്ന് പറയപ്പെടുന്നു. ഗോവിന്ദൻ അത്തരം ഒരു ക്യാരക്ടറല്ല. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ ഫിക്സ് ആവുക. അല്ല, ഗോവിന്ദൻ്റെ പുറകിൽ ആളുകളുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയായി അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സമ്മേളനം ഇനി ഉണ്ടാവുന്ന പാർട്ടി കമ്മിറ്റിയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അടുത്ത പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ബ്രാഞ്ച് മുതലുള്ള കമ്മിറ്റി വേറെ കമ്മിറ്റി ആയിരിക്കണം. ഇപ്പോൾ ഇരിക്കുന്ന പിണറായി കമ്മിറ്റിയാണ്. അതുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിവുള്ള പുതിയൊരു കമ്മിറ്റി വരണമെന്നുള്ള അതിൻ്റെ കെമിസ്ട്രി. അത്രയൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയധികം പിണറായിസ്റ്റുകൾ പാർട്ടിയിലുണ്ടായി കഴിഞ്ഞു. അപ്പം ആകെ ഒരു ആംഗിൾ ഞാൻ നോക്കിയിട്ട് കാണുന്നത് അടുത്ത മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതാണ് പ്രശ്നം. അത് ബ്ലോക്ക് ചെയ്യാൻ ഒരു ശ്രമം നടക്കും. ആ ശ്രമം തുടങ്ങേണ്ടത് പാർട്ടി സമ്മേളനങ്ങളിലാണ്. അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ അത്രയും പ്രഗത്ഭനായ ഒരാൾ ഇപ്പുറത്ത് വരണം. ആരോഗ്യവും ആയുസ്സും ബുദ്ധിയും ഗോവിന്ദനെ ഫ്രണ്ടിൽ ഫീൽഡ് മാർഷലായിട്ട് നിർത്തിയിട്ട് സമ്മേളനങ്ങളിലൂടെ പരമാവധി കമ്മിറ്റികൾ പിടിക്കുക. അങ്ങനെയാണ് അത് ചെയ്യുന്നതെങ്കിൽ പിണറായി വിട്ടുകൊടുക്കുന്നില്ല. പക്ഷെ പിണറായി ദുർബലനാണ്, ക്ഷീണമാണ്, ആരോഗ്യം പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നമില്ല പിണറായിക്ക് ഇപ്പോൾ. പഴയ പോലെ അമേരിക്കയിൽ പോക്കോ സംഗതിയോ ഒന്നുമില്ലല്ലോ. പ്രകടമായിട്ട് ഒരാരോഗ്യ പ്രശ്നവും ഞാൻ കാണുന്നില്ല. ആ ചൂരൽമല സന്ദർശിക്കാൻ പോയപ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം പിണറായി ഉണ്ടായി. മുഴുവൻ സമയം പോയില്ല. പ്രധാനമന്ത്രി അങ്ങ് മോള് വരെ പോയി. ഗവർണറും പിണറായിയും മാറി നിന്നു. പക്ഷേ ഇതിൻ്റെ ഒരു അജണ്ട നമ്മൾ CPM നിരീക്ഷകരായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത്, ഇത് പ്ലാൻ ചെയ്ത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വിവാദം വന്നതിൻ്റെ കാരണം ഏറ്റവും താഴെത്തട്ട് മുതൽ ഈ വിഷയം സമ്മേളനങ്ങളിൽ ചർച്ചയാവണമെന്ന് ഏതോ ശക്തി കേന്ദ്രങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി, ടാർഗറ്റ് മുഖ്യമന്ത്രി. അപ്പോൾ ഇതിങ്ങനെ TV-യിലും മാധ്യമങ്ങളിലും ഒക്കെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചർച്ച വരും. ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല, അങ്ങനെ വന്ന് ഇത് അങ്ങനെ പിണറായിക്ക് ഡാമേജ് ഉണ്ടാകുമെന്നും പിണറായി ഒരു ബാധ്യതയാണ് വിലയിരുത്തൽ വരുമെന്നും ഗോവിന്ദനല്ലാതെ മറ്റാരും ഇല്ല എന്ന് വരുമെന്നും ഒക്കെ. അത് പിണറായി എങ്ങനെ അതിനെ തിരിച്ചടിക്കും എന്നുള്ളത്, പിണറായിക്ക് തിരിച്ചടിക്കാൻ ഇനിയും ശേഷിയുണ്ടോ എന്നുള്ളതാണ് അറിയുന്നത്. അതൊക്കെ ഉണ്ട്. അല്ല, അത് പിണറായി കാണിച്ചു. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും അജിത് കുമാറിനെ തൊട്ടില്ല എന്ന് മാത്രമല്ല, ഈ മുഹമ്മദ് റിയാസിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മുഹമ്മദ് റിയാസ് CPM-ലെ മുസ്ലിം ലോബിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. അവർക്ക് പുറത്തുനിന്നും സഹായമുണ്ട്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പിണറായി ഇല്ലാതാക്കി പാർട്ടി മുഴുവൻ പിടിച്ചെടുത്ത് ഗോവിന്ദനെ ഇതൊക്കെ വലിയ പ്രയാസമാണ്. പിണറായി അല്ല, റിയാസാണ് പ്രശ്നം. റിയാസിനെ മുഖ്യമന്ത്രിയാവുന്നത് പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗം അംഗീകരിക്കുന്നില്ല. അതിനുള്ള ഒരു ചക്കളത്തി പോരാട്ടം മുന്നൊരുക്കമാണ് ഈ വിവാദമെന്ന് നോക്കൂ. അൻവർ, KT ജലീൽ, കാരാട്ട് റസാഖ് ഇവരൊക്കെ വന്നു. ഇവർ മൂന്നും പാർട്ടിക്ക് പുറത്തുള്ള, പാർട്ടി മെമ്പർഷിപ്പില്ല, അവരെ നടപടിയെടുക്കാൻ കഴിയില്ല. അവരാണ് ഈ സംഭവങ്ങൾ മുഴുവൻ പുറത്തേക്ക് വിടുന്നത്. അതിനൊരു മാസം മുമ്പ് മറ്റേ CKP പത്മനാഭൻ എന്ന് പറയുന്ന മുതിർന്ന പഴയ നേതാവ്, അദ്ദേഹം വീണ്ടും ശശിക്കെതിരെയുള്ള ആരോപണം ഒരു ലോക്കൽ ചാനലിന് കൊടുത്തു. അത് മെയിൻ ചാനലുകളെല്ലാം ഏറ്റെടുത്തു. അത് ഇന്നലെയും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ. ഈ പറഞ്ഞ നേതാക്കളെയൊക്കെ കൊണ്ടുവന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യണം ചെയ്യിക്കരുതെന്നൊക്കെ പിണറായിക്ക് നന്നായിട്ട് അറിയാം.
അവിടെയൊന്നും പിടിച്ചു നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ ഗോവിന്ദനെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര പ്രബലന്മാർ ഇപ്പുറത്തുണ്ട്. ഏറ്റവും പ്രബലൻ EP ജയരാജനായിരുന്നു, പിണറായിയുടെ വലങ്കൈ. ജയരാജൻ പോയി. ഇനി ആര് പിണറായിക്ക് അതുപോലെ പഴയ പാരമ്പര്യവും കരുത്തുമുള്ള ഒരു നേതാവ് ആര് കൂടെയുണ്ട്? നോക്കാം. ഞാൻ വെച്ചാൽ ബേസിക്കലി ഞാൻ ഈ പിണറായി ദുർബലനാണെന്നുള്ള വാദം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് സമ്മതിക്കാൻ എനിക്കൊരു മടി. സുനിലിൻ്റെ ലോജിക്ക് കറക്റ്റാണ്. ബട്ട് ദിസ് മാൻ ഈസ് നോട്ട് ദാറ്റ് ഫൂൾ ഓർ ദാറ്റ് വീക്ക്. അല്ല TG, ഒരു കാര്യമുണ്ട്. ജയരാജനെ സംരക്ഷിക്കാൻ പിണറായിക്ക് കഴിഞ്ഞില്ല. കാരണം അന്ന് ജാവദേക്കറെ കണ്ട വിവാദം ഉണ്ടായപ്പോൾ പരസ്യമായി പാർട്ടി കമ്മിറ്റി കൂടാതെ തന്നെ ജയരാജനെ പിണറായി ശാസിച്ചു. എന്നിട്ടൊരു ജാമ്യം കൊടുത്തു. അതിപ്പം ഞാനും കണ്ടിട്ടുണ്ടല്ലോ, ജാവദേക്കറെ എന്ന് പറഞ്ഞ ആ അധ്യായം അടച്ചു. അതിനുശേഷം ചേർന്ന ഒരു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത് ഈ ഒട്ടകപ്പുറത്തെ അവസാനത്തെ വൈക്കോൽത്തുരുമ്പായിരുന്നു. പലതവണ പിണറായി സംരക്ഷിച്ചു. പിന്നെ ഇങ്ങനെ ഈ വാപ്പളന്ന് വെച്ച പോലെ കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം ജയരാജനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സംഭവിക്കുന്നത് ഒരു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ MV ഗോവിന്ദനെതിരെ ജയരാജൻ ആഞ്ഞടിച്ചു. MV ഗോവിന്ദൻ്റെ മകനുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ. അതേ തുടർന്നാണ് എന്ത് വന്നാലും ജയരാജനെ തട്ടിയേ തീരൂ എന്നുള്ള സ്റ്റാൻഡിലേക്ക് ഗോവിന്ദൻ മാറിയതെന്നും അപ്പോൾ പിണറായി ഹെൽപ്ലെസ്സായി മാറിയെന്നുമാണ് പറഞ്ഞു കേൾക്കുന്ന കഥകൾ. നിങ്ങളുടെയൊക്കെ ഈ ഊഹം, കാൽക്കുലേഷൻ ഒക്കെ ശരിയാണെങ്കിൽ മിക്കവാറും 3-4 ദിവസത്തിനകം ഇതിൻ്റെ ഒരു കൗണ്ടർ മൂവ് പ്രത്യക്ഷപ്പെടും, ഇപ്പുറത്തുള്ളവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. അതാരായിരിക്കും നടത്തുക എന്നുള്ളത് നോക്കിയാൽ നമുക്ക് ആ ഗാങ് ഏതാണെന്ന് തീരുമാനിക്കാൻ പറ്റും. ഇത് CPM കാര്യങ്ങൾ വളരെ കീനായിട്ട് നോക്കുന്ന ചില ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ്. ഈ അഭ്യൂഹങ്ങൾ പരത്താൻ CPM മോശമൊന്നുമല്ല. അതൊന്നും നേരെ നടന്നിട്ടുമില്ല, ഇതൊന്നും ഫലിച്ചിട്ടുമില്ല. മൊത്തത്തിൽ അതിനുള്ളിൽ നടക്കുന്നത് ഈ പറഞ്ഞ കുറേ ഭീമന്മാരുടെ തമ്മിലടിയാണ്. അവരുടെ ഒന്നും മനസ്സ് അവരൊരിക്കലും തുറക്കാറില്ല. അവരൊരാളെ പറഞ്ഞ് നീ പോയി വഴക്കുണ്ടാക്കട എന്ന് പറയുമ്പോൾ തന്നെ അവനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിട്ടായിരിക്കും ഇവിടുന്ന്. അവൻ വിചാരിക്കും ഞാനാണ് ഇവരുടെ ഒന്നാം പോരാളിയെന്ന്. അങ്ങനെയല്ല, നീയാണ് ഒന്നാമത്തെ ശത്രു, അതുകൊണ്ട് നിന്നെ ബലി കൊടുക്കാതെ. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. രാഷ്ട്രീയത്തിൽ 2+2 എന്ന് പറയുന്നത് 22ആണ്, 4അല്ല. TG, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ TG MR അജിത് കുമാറിനെയാണോ വിശ്വസിക്കുന്നത്, അൻവറിനെയാണോ? ക്രെഡിബിൾ എന്ന് തോന്നുന്നു. ഞാൻ ലെഫ്റ്റ് മൈസെൽഫ്, നമ്മുടെ മനസ്സിൽ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ MR അജിത് കുമാറിന് തന്നെയാണ്. കാരണം അൻവർ ഈസ് എ പൊളിറ്റീഷ്യൻ. ഒരുപാട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ആ നിയമസഭയിൽ VD സതീശൻ 150 കോടി രൂപ മീൻ വണ്ടിയിൽ കൊണ്ടുവന്നു. ശരി, അതുവരെ നമുക്ക് വിശ്വസിക്കാം. ആ 150 കോടി രൂപ ബാംഗ്ലൂരിലെ ചില ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. 150 കോടി വന്നത് ബാംഗ്ലൂരിൽ, കൊണ്ടുപോയി നിക്ഷേപിച്ചത് ബാംഗ്ലൂരിൽ. എന്നാൽ പിന്നെ നേരെ ആ വണ്ടി ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിച്ചപ്പോൾ അതാണ് സതീശനെ ചോദിച്ചത്. ഇത് കേട്ടിട്ട് ഞാൻ ചിരിക്കണോ അതോ കരയണോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഹിസ് ക്രെഡിബിലിറ്റി. പക്ഷേ ഇപ്പോഴും അയാൾ പറയുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ബേസിസിൽ ഒരാൾ വിജിലൻസ് കംപ്ലയിൻറ്റ് കൊടുത്തു വിജിലൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് കൊടുത്തു. പോലീസ് പറഞ്ഞു ഇതിനകത്തൊരു കഴമ്പില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ക്ലോസ് ചെയ്തു. അതും MR അജിത് കുമാറാണ്. MR അജിത് കുമാർ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഊഹിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പോയിൻ്റ് ഉണ്ട് അവിടെ. ഞാനല്ലേ ഇത് നിയമസഭയിൽ റേസ് ചെയ്തത്. അപ്പോൾ എന്നെ വിളിച്ചൊന്ന് ചോദിക്കണ്ടേ, നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഇത് ചെയ്തത്? നിങ്ങൾ പറഞ്ഞ ആ രേഖയുമായിട്ടാണ് ഈ പരാതിക്കാരൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് എന്നോട് ചോദിക്കണ്ടേ? അത് ചോദിക്കാതെ തന്നെ കോടതി ക്ലോസ് ചെയ്തു. ഇതൊക്കെയാണ് പറയുന്നത്. അത് ഞാൻ വിട്ടിട്ടില്ല, അതിൻ്റെ ഫർദർ തെളിവൊക്കെ എൻ്റെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഏതായാലും ഈ കോൺട്രവേഴ്സിയിൽ നിന്ന് കോൺട്രവേഴ്സിയിലേക്ക് പോകുന്ന ഈ PV അൻവറിനേക്കാൾ മിണ്ടാതെ സ്വന്തം ജോലി ഇനി അദ്ദേഹം ഈ പറഞ്ഞ പോലെ മാഫിയ പ്രവർത്തനം ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ബട്ട് ക്രെഡിബിലിറ്റി, പ്രഥമ ദൃഷ്ട്യ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് തന്നെയാണ്, MR അജിത് കുമാറിന് തന്നെയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പുണ്യാളനാണെന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും തയ്യാറല്ല. ഈ പെരുമാറ്റം നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിബിൾ ആ മനുഷ്യനാണ്. അത് പിണറായിക്കും അറിയായിരിക്കും. അത് നമ്മളെങ്ങനെ ഊഹിക്കാനാണ്? അല്ല, അൻവറിനെ അറിയാമല്ലോ. പിണറായിക്കും അൻവറിനെ കുറിച്ചൊരു അഭിപ്രായമൊക്കെ ഉണ്ട്. ഉണ്ട്. ഏതായാലും 2-3 ദിവസത്തിനകം നമുക്കറിയാം.
2-3 ദിവസം കൊണ്ടൊന്നും അറിയാൻ പറ്റില്ല. ഈ സ്റ്റോറി അൺഫോൾഡ് ചെയ്യാൻ കുറേ താമസിക്കും. പിണറായി ഇപ്പോൾ തെളിവുകൾ അൻവർ കൊണ്ട് കൈമാറുന്നുണ്ട് പിണറായിക്ക്. വോയിസ് ക്ലിപ്പല്ലേ എന്ന്. ഈ തെളിവെന്ന് പറയുന്നത് മുഴുവൻ വോയിസ് ക്ലിപ്പാണ്. ഇപ്പം ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് ക്ലിപ്പ്. അതിലെന്തെല്ലാം പരദൂഷണം ആരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അതൊന്നും അല്ല, അത് കേൾക്കാനൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അത് കേൾക്കാനൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അൻവറിനും സന്തോഷമാവും. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.